നമസ്കാരം. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആലുവ കിഴക്കേദേശം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്രസന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്ത് കിഴക്കേദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് കിഴക്കേദേശം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. നിരവധി പ്രത്യേകതകൾ കൊണ്ട് ഈ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ നിലകൊള്ളുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലുവ കിഴക്കേദേശം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര സന്നിധിയിലാണ്. ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി. ആലുവ കിഴക്കേദേശം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. ഈ ക്ഷേത്രം അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കത്തെക്കുറിച്ച് കൃത്യമായ രേഖകളൊന്നും തന്നെയില്ല. എന്നിരുന്നാൽ തന്നെയും ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ കാലപ്പഴക്കമുള്ളതായി കണക്കാക്കപ്പെടുന്നു. അതിമനോഹരമായ ചതുര ശ്രീകോവിലിനകത്ത് കിഴക്കോട്ട് ദർശനമായി ഒറ്റ പീഠത്തിൽ പത്നിയായ പുഷ്കലാദേവിയോടൊപ്പം ശ്രീ ധർമ്മശാസ്താവ് രാജകീയ ഭാവത്തിൽ വാഴുന്ന അത്യപൂർവ ക്ഷേത്രമാണ് ആലുവ കിഴക്കേദേശം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ മറ്റു ഉപപ്രതിഷ്ഠകൾ ഇല്ല. ശ്രീ ധർമ്മശാസ്താവിന് പൂർണ്ണ, പുഷ്കല എന്നീ രണ്ട് പത്നിമാരും സത്യകൻ എന്നൊരു പുത്രനുള്ള കാര്യം നിങ്ങൾക്കറിവുള്ളതാണല്ലോ. ഈ ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിലിനകത്ത് ശ്രീധർമ്മശാസ്താവിൻ്റെ ഇടതുഭാഗത്തായി പുഷ്കലാദേവി വണരുളുന്നു. എന്നാൽ ക്ഷേത്രസങ്കല്പത്തിൽ പത്നിയായ പൂർണ്ണ ഈ ക്ഷേത്രത്തിൻ്റെ വലതുവശത്ത് പൂർണ്ണ നദിയായി ഒഴുകുന്നുമുണ്ട്. കൂടാതെ ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിലിനകത്ത് പുത്രനായ സത്യകൻ്റെ സാന്നിധ്യവുമുണ്ട് എന്നുള്ളതാണ് ക്ഷേത്രസങ്കല്പം. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം പത്നിപുത്ര സമേതനായി വാഴുന്ന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആലങ്ങാട് രാജവംശത്തിൻ്റെ പ്രതാപകാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. കിഴക്കേ ദേശത്ത് രാജാവിൻ്റെ കൊട്ടാരം പണി പൂർത്തിയാക്കിയ വേളയിൽ ഭഗവാൻ ശ്രീധർമ്മശാസ്താവ് രാജാവിന് സ്വപ്നദർശനം നൽകി ഭഗവാന്റെ നിർദ്ദേശപ്രകാരം രാജാവ് പണി തീർത്ത ക്ഷേത്രമാണിത്. ഗ്രഹാശ്രമിയായ രൂപത്തിൽ പത്നിപുത്ര സമേതനായി വാഴുന്ന ശാസ്താവിനെ രാജാവാണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചത്. ഈ ക്ഷേത്രത്തിലെത്തി പത്നിപുത്ര സമേതനായി വണരുളുന്ന ശ്രീ ധർമ്മശാസ്താവിനെ ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്നവർക്ക് ഉദ്ദിഷ്ട കാര്യസിദ്ധിയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരും എന്നുള്ളതാണ് വിശ്വാസവും അനുഭവവും. കൂടാതെ ഈ ശാസ്താവ് ഗ്രഹാശ്രമിയായ ഭഗവാനായതിനാൽ വിവാഹ തടസ്സങ്ങൾ നീങ്ങുന്നതിനും ഈ ഭഗവത് ദർശനം അത്യുത്തമമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ ശ്രീധർമ്മശാസ്താവ് പ്രഭാദേവിയോടൊപ്പം മകൻ സത്യകൻ സങ്കല്പത്തിലും ഗൃഹസ്ഥാശ്രമിയായിട്ട് രാജകീയ പ്രൗഢിയോടുകൂടി സൗമ്യഭാവത്തിൽ വിരാജിക്കുന്ന ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ വിവാഹത്തിന് അത്യുത്തമമാണ്. സർവമംഗളദായിനിയായിട്ടിരിക്കുന്ന പ്രഭാദേവി എന്നറിയപ്പെടുന്ന പുഷ്കലാദേവി തന്നെയാണ്. പ്രഭാദേവിയോടുകൂടി ഇരിക്കുന്ന ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹത്താൽ ഒട്ടനവധി വിവാഹങ്ങൾ നടക്കുകയും നല്ല രീതിയിൽ തന്നെ ജീവിതം നയിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിൽ സന്താന ദുരിതം നീങ്ങുന്നതിനും ഒട്ടനവധി ആൾക്കാർ വരികയും വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. പ്രധാന വഴിപാട് ശനിദോഷം തന്നെയാണ്. ശനിദോഷത്തിനായിട്ട് നീരാഞ്ജനം കത്തിക്കുന്നുണ്ട്. എല്ലാ മലയാള മാസത്തിലെയും ആദ്യത്തെ ശനിയാഴ്ച, 30 ശനിയാഴ്ച ശനിദോഷ നിവാരണ പൂജയായിട്ട് തുടങ്ങി. അതിപ്പോൾ ഒട്ടനവധി ആൾക്കാർ ചെയ്യുന്നു. ഒരുപാട് പേർക്ക് ഗുണങ്ങൾ കിട്ടുന്നു. അങ്ങനെ എല്ലാ ദുരിത നിവാരണത്തിനായിട്ടും വിവാഹമംഗളത്തിനും സന്താന ദുരിതം നീങ്ങുന്നതിനും അത്യുത്തമമായിട്ടാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാവിലാസം. ഞാൻ കുഞ്ഞിലെ തൊട്ട് ഞാൻ ഇവിടെയാണ് ജനിച്ചു വളർന്നത്. എനിക്ക് എന്താണ് അനുഭവം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്തോ അയ്യപ്പനോട് കൂടുതൽ ഭയങ്കര താല്പര്യമാണ്. ഇപ്പോഴും ഞാൻ ഈ വളർന്ന് വലുതായി വന്നെങ്കിലും എൻ്റെ അയ്യപ്പനോടും കൂടുതൽ ഇഷ്ടം തോന്നാൻ കാരണം എന്താ വെച്ചാൽ എൻ്റെ ഡാൻസ്, ഞാനിവിടെ അമ്പലത്തിൽ ഡാൻസ് വിളിക്കാൻ വരുമായിരുന്നു. എൻ്റെ സങ്കടങ്ങളെല്ലാം പറയുമ്പോൾ അയ്യപ്പൻ ആഗ്രഹം സാധിച്ചു വരുമായിരുന്നു. അതുപോലെ എൻ്റെ കല്യാണം എൻ്റെ അയ്യപ്പൻ്റെ മുമ്പിൽ വെച്ച് നടത്തണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഈ അമ്പലത്തിൻ്റെ മുമ്പിൽ നടന്നു. അതുകൊണ്ടാണ് എനിക്ക് അയ്യപ്പനോട് കൂടുതലും താല്പര്യം തോന്നാനുള്ള കാരണം. എന്താഗ്രഹം നമുക്ക് വിവാഹം എന്തായാലും നമുക്ക് നടക്കും എന്നുള്ളൊരു ഉറപ്പ്. കാരണം ഇവിടെ അയ്യപ്പൻ്റെ കൂടെ ഭാര്യയും കൂടെ നിൽക്കുന്നു. എന്താഗ്രഹം ഉണ്ടെങ്കിലും
നമ്മൾ ഭഗവാനെ മനസ്സിലോർത്ത് പ്രാർത്ഥിച്ചാൽ നടക്കും. അത് നമുക്ക് 100% ഉറപ്പ്. ആ ഒരു അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞത്. എൻ്റെ കല്യാണം, ഞാൻ 25 വയസ്സായിട്ട് എൻ്റെ കല്യാണം ഇതുവരെ നടന്നിട്ടുണ്ടായില്ല. അങ്ങനെ മുറുക്കി പിടിച്ച് പ്രാർത്ഥിച്ചാണ് 25-ാം വയസ്സ് കഴിയുന്നതിന് മുന്നേ എൻ്റെ കല്യാണം ഇവിടെ തന്നെ നടന്നു. ആ ഉറപ്പും കൊണ്ട് പറയാണ്, ഭഗവാനെ മനസ്സിൽ ഉറപ്പിച്ച് വിചാരിച്ചാൽ നടക്കും. കല്യാണം എന്താഗ്രഹമാണെങ്കിലും നടക്കും. അറിയാത്ത കാര്യത്തിലൊക്കെ നമ്മുടെ ഒരു പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നമ്മുടെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക എനർജി നമുക്ക് കിട്ടാറുണ്ട്. ഇപ്പോൾ മിക്കവാറും മാസത്തിലൊരു തവണയെങ്കിലും ഞാൻ ഈ ക്ഷേത്രത്തിൽ ഇവിടെ വന്നിരുന്ന് വിഷ്ണു സഹസ്രനാമം ചൊല്ലാറുണ്ട്. അത് കഴിയുമ്പോൾ പ്രത്യേക എനർജി ഫോം ചെയ്യും. അപ്പോൾ നമുക്കൊരു സൊല്യൂഷൻ, പലപ്പോഴും പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷനായിട്ട് നമുക്ക് കിട്ടാറുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടുത്തെ പ്രത്യേകത എള്ളുതിരി കത്തിക്കുക എന്നാണ്. അപ്പോൾ നമ്മൾ അത് വിചാരിച്ച് കത്തിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് അത് ചെയ്യുമ്പോൾ. ധർമ്മശാസ്താവ് പത്നി സമേതനായിട്ട് ഇരിക്കുന്ന വളരെ അപൂർവത്തിലുള്ള ഒരു അമ്പലമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇവിടെ വിവാഹത്തിനൊക്കെ വളരെ നല്ലതാണ്. ഇവിടെ ഒരുപാട് ആളുകൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കല്യാണം കഴിക്കാൻ ഇത്തിരി വൈകുന്ന കുട്ടികൾക്കൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ കല്യാണം നടന്നിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഈ നാട്ടിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. പിന്നെ നമ്മുടെ രോഗശമനത്തിന് വളരെ നല്ലതാണ് ശാസ്താവിൻ്റെ അനുഗ്രഹം. നമ്മൾ എള്ളുതിരിയൊക്കെ കത്തിക്കണം അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ എള്ള് പറയുണ്ട് ഇവിടെ. പിന്നെ എല്ലാ മാസങ്ങളിലും ഇവിടെ നാരായണീയം നടത്തുന്നുണ്ട്. അതിലൊക്കെ ഞങ്ങൾ അംഗങ്ങളാണ്. എല്ലാ ഉത്തരത്തിനും ഭഗവാന്റെ നാളാണല്ലോ ഉത്തരം. അപ്പം അന്ന് ഇവിടെ നല്ലൊരു നാരായണീയ സമിതിയുടെ വക ഇവിടെ ഉത്തരത്തിന് ശാസ്താവിൻ്റെ സഹസ്രനാമവും നാരായണീയവും എല്ലാം നടക്കുന്നുണ്ട്. പിന്നെ ധാരാളം ആളുകൾ ശനിയാഴ്ച വരുന്നുണ്ട് ഇവിടെ. ശനിയാഴ്ചകൾ ദൂരെ നിന്നൊക്കെ ജ്യോത്സ്യന്മാരൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഓരോരുത്തരെ പരിചയപ്പെടുമ്പോൾ പറയും ഒരുപാട് ദൂരെ നിന്നൊക്കെ വന്നിട്ട് ശനിദോഷ നിവാരണ പൂജയുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ സകല കുടുംബത്തിൻ്റെയും ഐശ്വര്യത്തിനും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ മാറാനും ഒക്കെ വളരെ നല്ലതാണ്. കിഴക്കേദേശം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നിരവധി വിശേഷ ദിവസങ്ങളാണ് ഇവിടെ ആഘോഷിച്ചു വരുന്നത്. എല്ലാ ശനിയാഴ്ചകളിലും ഇവിടെ ഭക്തരുടെ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കിഴക്കേദേശം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രധാന ദിവസമായ ശനിയാഴ്ച എല്ലാ മലയാള മാസത്തിലും 30 ശനിയാഴ്ച പ്രാധാന്യമുള്ള ദിവസമാണ്. ആ ദിവസങ്ങളിൽ പ്രത്യേക പൂജകളും എല്ലാ ശനിദോഷ നിവാരണ പൂജയും നടത്തപ്പെടുന്നു. കൂടാതെ എല്ലാ മലയാള മാസത്തിലും ഉത്രകൂട്ട് നടക്കാറുണ്ട്. പൈങ്കിനി ഉത്രം അതിപ്രാധാന്യമായി കൊണ്ടാടുന്നു. അതുകൂടാതെ പിന്നെ അനന്തശായി നാരായണീയ സമിതിയുടെ നേതൃത്വത്തിൽ നാരായണീയ പാരായണവും നടക്കാറുണ്ട്. അന്നേ ദിവസം ദേവിക്ക് പ്രത്യേക പൂജയും പൊങ്കാല സമർപ്പണവും നടത്താറുണ്ട്. കർക്കിടക മാസത്തിൽ ഗണപതി ഹോമവും ഭഗവതി സേവയും ദിവസവും നടക്കാറുണ്ട്. ഔഷധക്കഞ്ഞി വിതരണം മുടങ്ങാതെ എല്ലാ കർക്കിടക മാസത്തിലും 31 ദിവസം നടത്താറുണ്ട്. പിന്നെ നവരാത്രി ഇവിടെ അതിപ്രാധാന്യത്തോടുകൂടി ആഘോഷിച്ചു വരാറുണ്ട്. നവരാത്രി നാളിൽ വിദ്യാർത്ഥികളുടെ പുസ്തക പൂജയും വിദ്യാർത്ഥികളുടെ പഠന മികവിനായി പ്രത്യേക പൂജയും നടക്കാറുണ്ട്. ഈ ക്ഷേത്രത്തിൽ വൃശ്ചിക മാസം അതിപ്രാധാന്യത്തോടുകൂടി കൊണ്ടാടുന്നു. വൃശ്ചികം 1 മുതൽ 41 ദിവസം എണ്ണ സമർപ്പണവും വൃശ്ചികം 1 നെയ്യഭിഷേകവും ഈ ക്ഷേത്രത്തിൽ നടത്തി വരുന്നു. ഈ ക്ഷേത്രത്തിൽ എണ്ണ സമർപ്പണം സമർപ്പിച്ചാൽ എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും ഉണ്ടാകും. കൂടാതെ ശ്രീലകത്ത് വൃശ്ചികം 1 മുതൽ 41 ദിവസം വരെ നെയ്വിളക്ക് സമർപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. വൃശ്ചികം 1 മുതൽ 41 ദിവസം വരെ നെയ്വിളക്ക് ശ്രീലകത്ത് സമർപ്പിച്ചാൽ സർവ്വ ഐശ്വര്യം സമ്പൽ സമൃദ്ധിയുമാണ് ഇതിൻ്റെ പുണ്യം. ആലുവ കിഴക്കേദേശം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ശ്രീധർമ്മശാസ്താവ് സന്തോഷഭാവത്തിൽ രാജകീയ പ്രൗഢിയോടെയാണ് ഇവിടെ കുടികൊള്ളുന്നത്. പുരാതന കാലത്ത് ഈ മനോഹര ഭൂമിയിൽ അശ്വമേധ യാഗം നടത്തിയിട്ടുണ്ട്. അന്ന് തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയ്ക്ക് അശ്വമേധ യാഗം നടത്തുന്നതിനായി കൊച്ചി രാജാവ് തൻ്റെ അധീനതയിലുണ്ടായിരുന്ന ഈ ഭൂമി വളരെ സന്തോഷപൂർവ്വം മാർത്താണ്ഡവർമ്മയ്ക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. പിന്നീട് മലബാറിൽ നിന്ന് വന്ന 33 ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ ഇവിടെ അശ്വമേധ യാഗം നടത്തുകയും യാഗം മംഗളകരമായി പൂർത്തീകരിക്കുകയും ചെയ്തു. യാഗശേഷം ഈ പുണ്യഭൂമി ഈ 33 ബ്രാഹ്മണർക്ക് രാജാവ് ദാനമായി നൽകി. അങ്ങനെ യാഗഭൂമിയായ ഈ സ്ഥലം ബ്രാഹ്മണരുടെ ദേശഭൂമിയായി മാറുകയും ചെയ്തു. കാലക്രമത്തിൽ ഈ സ്ഥലം ദേശം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. കിഴക്കേദേശം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവം പ്രതിഷ്ഠാദിന മഹോത്സവമായിട്ടാണ് ഇവിടെ ആഘോഷിച്ചു വരുന്നത്. മകരമാസത്തിലെ രേവതി നക്ഷത്രത്തിൽ അവസാനിക്കുന്ന വിധം
5 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇവിടെ കൊണ്ടാടുന്നത്. ഈ പ്രതിഷ്ഠാദിന മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഒരു കഥയുണ്ട്. അതായത് ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലത്ത് ഈ ക്ഷേത്രത്തിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. അന്ന് ടിപ്പു സുൽത്താൻ നടത്തിയ ആക്രമണത്തിൽ വിഗ്രഹത്തിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. കേടുപാടുകൾ വന്ന ആ വിഗ്രഹം അവർ ക്ഷേത്രക്കിണറിൽ ഉപേക്ഷിച്ചു. പിന്നീട് അഷ്ടമംഗല്യ പ്രശ്നത്തിലൂടെ ശാസ്ത്രീയ വിധിപ്രകാരം പുനഃപ്രതിഷ്ഠ നടത്തുകയാണ് ഉണ്ടായത്. ആ പ്രതിഷ്ഠാദിനമാണ് ഇവിടെ മകരമാസത്തിലെ രേവതി നക്ഷത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവമായി ആഘോഷിച്ചു വരുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം കൊണ്ടാടുന്നത് മകരമാസത്തിലെ രേവതി നക്ഷത്രത്തിലാണ്. ഭഗവാന്റെ പുനഃപ്രതിഷ്ഠാ ദിനമാണെന്ന്. അതിനു മുമ്പ് 5 ദിവസത്തെ ഉത്സവമാണ് നമ്മൾ ആചരിച്ചു വരുന്നത്. 5-ാം ദിവസം പ്രതിഷ്ഠാദിന മഹോത്സവത്തോടുകൂടി അത് സമാപ്തി കുറിക്കുന്നതാണ്. അന്നേ ദിവസം കളമെഴുത്തും പാട്ടും, കലശം, അന്നദാനം, ക്ഷേത്രത്തിൽ അതുപോലെ ഈ 5 ദിവസങ്ങളിൽ ഉത്സവങ്ങൾ, വിവിധ കലാപരിപാടികൾ എല്ലാം കൊണ്ടാടുന്നുണ്ട്. ഈ ദേശത്തു നിന്നും നാനാദേശത്തു നിന്നും ആളുകൾ ഈ ഉത്സവം കാണുവാനും ഭഗവാന്റെ പ്രതിഷ്ഠാദിനത്തിൽ പങ്കുകൊണ്ട് സായുജ്യം അടയുവാനും എത്തിച്ചേരാറുണ്ട്. ക്ഷേത്രത്തിലെ തന്ത്രി ചേനാസ് വിഷ്ണു നമ്പൂതിരിയാണ്. അങ്ങേർക്കിടെയാണ് അവകാശപ്പെട്ടാണ് ഈ ക്ഷേത്രം തന്നെ. 5-ാം ദിവസമായിട്ടുള്ള ഈ രേവതി നാളിൽ, മകരമാസത്തിലെ രേവതി നാളിൽ ആണ് പ്രതിഷ്ഠാദിന മഹോത്സവം നടത്തുന്നത്. അന്ന് രാവിലെ 5-5:30 മണിയാകുമ്പോഴത്തേക്കും 5 മണിക്ക് തന്നെ തുടങ്ങും. ഗണപതി ഹോമം തുടങ്ങും. ഗണപതി ഹോമം തുടങ്ങിയതിന് ശേഷം അയ്യപ്പന് അഷ്ടാഭിഷേകം നടത്തും. ഓരോ കാര്യങ്ങളും വെച്ച് നെയ്യഭിഷേകം, ഇങ്ങനെ എല്ലാ ഭക്ഷണങ്ങളും തരും. അത് കഴിഞ്ഞ ശേഷം അത് കഴിഞ്ഞിട്ട് ആ ഉഷപൂജ, ഉച്ചപൂജ, അങ്ങനെയുള്ള പൂജകൾ തുറക്കുന്നതിന് മുമ്പ് ശ്രീഭൂത ബലി നടക്കും. അതിനുശേഷം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ കലശമുണ്ട്. 25 കുടം കലശം ആടും. അതിനുശേഷം മറ്റുള്ള സ്പെഷ്യൽ പൂജകളുണ്ട്. അതിനൊരു 9-9:30 ആകുമ്പോഴത്തേക്കാണ് ശരിക്കല്ല നട അടയ്ക്കുള്ളൂ. എല്ലാ പ്രതിഷ്ഠയും കഴിഞ്ഞിട്ട് അത് താളമേളത്തോടുകൂടി തന്നെയാണ് പ്രതിഷ്ഠയൊക്കെ നടക്കുന്നത്. അതിനുശേഷം നട അടയ്ക്കും. നട അടച്ച് തൊഴുതാൽ ആ രാവിലത്തെ പൂജയുടെ അവസാനം കഴിഞ്ഞു. ഉച്ചയ്ക്ക് അന്നദാനം നടക്കുന്നത്. എല്ലാവരെയും വിളിച്ചിട്ട് പ്രസാദം ഇട്ട്. കാരണം ഭഗവാന്റെ അന്നത്തെ പ്രതിഷ്ഠാദിനത്തിൻ്റെ ഉത്സവം കൂടെയാണ്. ആ നാടൻ ഒന്നിക്ക് ആഘോഷിക്കുകയാണത്. ഈ നാട്ടിൽ നാനാ സ്ഥലത്തു നിന്ന് ആൾക്കാർ വരും. അവർക്ക് വിഭവസമൃദ്ധമായ സദ്യ സാധാരണ ക്ഷേത്രത്തിലെ മാതിരി പ്ലേറ്റിൽ കൊടുക്കില്ല. ഇലയിട്ട് വിളമ്പി വളരെ പഴയ രീതിയിൽ തന്നെ കൊടുക്കുന്നത്. വൈകുന്നേരം കളയെഴുത്തുമാട്ടിലും വേട്ടയ്ക്കൊരു മകൻ്റെ പടം വരച്ച് മാരാരെ വാദ്യമേഖലയോടുകൂടി പൂജ നടത്തി ചുറ്റും പ്രദക്ഷിണം കഴിച്ച് വളരെ അതിശയം കരിമരുന്ന് പ്രയോഗമാണ്. ഇത്രയുമാണ് ഉത്സവവുമായി ബന്ധപ്പെട്ട് ചടങ്ങുകൾ. ഈ ഉത്സവത്തിന് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ജനങ്ങൾ എത്താറുണ്ട്. ആലുവ കിഴക്കേ ദേശം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്തി പത്നിപുത്ര സമേതനായി വാഴുന്ന ശ്രീ ധർമ്മശാസ്താവിനെ ദർശനം ചെയ്യുവാനായത് ജീവിതത്തിലെ മഹാപുണ്യമായി കരുതുന്നു. പത്നിപുത്ര സമേതനായി വാഴുന്ന ശ്രീ ധർമ്മശാസ്താവിൻ്റെ സർവാനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്രസന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ജൈത്രയാത്ര തുടരുന്നു. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയുടെ പുതുമയുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന, സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി